ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഓവുലേഷൻ നടക്കുകയുള്ളൂ. ഈ ഓവുലേഷൻ ഡേറ്റ് ആവട്ടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരികയും ചെയ്യാം. ചില പുരുഷന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എൻ്റെ സ്പേം കൗണ്ട് വീണ്ടും കുറയുന്നതെന്ന്. ശരിക്കും എങ്ങനെ കുറയാതിരിക്കും എന്ന് പറ. ഈ ട്രീറ്റ്മെന്റിലോട്ട് കടക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലെ ആ അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ആങ്സൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഓരോ വട്ടം ട്രീറ്റ്മെന്റ് അല്ലെ ഓരോ മന്ത് ഈ ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആവുമ്പോഴും അവരുടെ മനസ്സിലെ ആ ഒരു ആങ്സൈറ്റി കൂടിയാണ് വരുന്നത്, അവരുടെ ടെൻഷൻ കൂടിയാണ് വരുന്നത്. അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് അവരുടെ പ്രത്യുൽപാദന ശേഷിയുടെ ഭാഗമാവുന്ന ഇറക്ഷൻ, ഇജക്ഷൻ അല്ലെങ്കിൽ സ്പേം കൗണ്ട് ഇവയെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആവുകയും ചെയ്യും. ഇതിനു പുറമെ പുട്ടിന് തേങ്ങയിടുന്ന പോലെ അവർക്കുള്ള ദുശീലങ്ങൾ, മദ്യപാനം, പുകവലി, വ്യായാമക്കുറവ് അല്ലെങ്കിൽ അമിതവണ്ണം, ഇതൊക്കെ കാരണവും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം. കല്യാണം